എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് മുന്നേ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റീകോൾ ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്. നമ്മൾ ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ്, ഐഗൺ സ്പേസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതില് ഈ ഒരു കാര്യം കൂടെ ഈ ഒരു കൂട്ടത്തില് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഓർത്തു വെക്കുക. ടു ലീനിയർ സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ് ഹാവ് ദ സെയിം സൊല്യൂഷൻ ഇഫ് ദയർ ഓഗ്മെന്റഡ് മെട്രിസസ് ആർ റോ ഇക്വിവാലന്റ്. ഇത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ച കാര്യമാണ്. കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചതാണ്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പലതവണ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് റീകോൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഐഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ലാംഡ, സ്കെയിലാറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് സിംഗുലർ. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്ടർ എക്സ് സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് സീറോ വെക്ടർ. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു സീറോ എന്ന് ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു സീറോ ചെയ്താൽ മതി. ഇവിടെ വേറൊരു ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് എക്സാമ്പിളിൽ. അപ്പൊ എന്താണ് ഏഗൺ സ്പേസ് എന്ന് പറഞ്ഞാൽ? ഏഗൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഏഗൺ വെക്ടറുകൾ കണ്ടുപിടിച്ച്, സെറ്റ് ഓഫ് ഏഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് സീറോ വെക്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൾ സ്പേസ് ഓഫ് എ മൈനസ് ലാംഡ ഐ കിട്ടുന്നത്. അപ്പൊ അതൊരു സബ്സ്പേസ് ആണ്. നൾ സ്പേസ് ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്കറിയാം. സബ്സ്പേസ് ഓഫ് ആർ എൻ അല്ലെ, ആർ എന്നിന്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ ആ സബ്സ്പേസിന് ഒരു ഡയമെൻഷൻ ഉണ്ടാവും. ആ ഡയമെൻഷൻ ഇതിനെ ഈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു ഏഗൺ സ്പേസിനെ, ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ സ്പേസിനെ ഈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സബ്സ്പേസിന്റെ ഡയമെൻഷനെ വിളിക്കുന്ന പേര് ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി എന്നാണ്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി. അപ്പൊ ഈ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ, അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഏഗൺ സ്പേസ് എന്താ? സ്പാൻ ഓഫ് ഈ ഒരു വെക്ടർ. അതിന്റെ അർത്ഥം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താ? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താ? 1 ആണ്. കാരണം ഇതിന്റെ ഡയമെൻഷൻ എന്താ? 1 അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് E2 ഈസ് 1. പിന്നീട് നമ്മളൊരു പ്രോബ്ലം ഇത് ചെയ്യും. എന്നാലും നമുക്കൊന്ന് കൺസെപ്റ്റ് മനസ്സിലായി. ഇവിടെയാണെങ്കിലോ ഹിയർ ആൾസോ dimension of E1 is 1. That means geometric multiplicity is 1. If you consider this example which we have done in the last video, here also this is 1 അല്ലെ, geometric multiplicity in the E0 in the dimension is 1. Here also the dimension is 1 and the last one also dimension is 1. So in all the examples we have done, the dimension of the eigenspace was 1. It is not always. We will see in the coming exercises. Then we have defined the characteristic polynomial. They are nothing but the p of t equal to determinant of a minus ti. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ സീറോസ് ആയിട്ട് വരും. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏഗൻ വാല്യൂസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലായി ഏഗൻ വാല്യൂസ് ക്യാൻ ബി കോംപ്ലക്സ് നമ്പേഴ്സ്. സിമിലർലി വി ഹാവ് ഡൺ ദ തേർഡ് n equal to 3 എക്സാമ്പിൾ ചെയ്തു. Now we will consider some properties of eigenvalues, or in some cases we can easily do the calculations. We can easily find eigenvalues using the following properties. Suppose you have a matrix A, n by n matrix A, and lambda be an eigenvalue of A. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പറയുന്നത് എ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സെട്ര കെ ടൈംസ്, അതും ഒരു n by n മെട്രിക്സ് ആയിരിക്കും അല്ലെ. അതിന്റെ eigen വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ലാംഡ റേസ് ടു കെ ആയിരിക്കും. എയുടെ eigen വാല്യൂ അറിയാമെങ്കിൽ
എയുടെ പവർ വരുന്ന മെട്രിക്സുകളുടെ ഐഗൻ വാല്യൂവും കണ്ടുപിടിക്കാം. ഇനി അതുപോലെ എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 1/λ ആയിരിക്കും. ഇഫ് ആൽഫ ഈസ് എനി സ്കെയിലാർ, ദെൻ എ പ്ലസ് ആൽഫ ഐ എന്ന് പറയുന്ന n/n മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ആൽഫ ആയിരിക്കും. അപ്പൊ ഈ 3 റിസൾട്ടുകളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് എടുക്കുക. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് ലാംഡ എന്ന് പറയുന്നത് എയുടെ ഒരു ഐഗൻ വാല്യൂ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഐഗൻ വെക്ടർ ഉണ്ടാവും, അതായത് ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കും, സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0 വെക്ടർ ആയിരിക്കും. In other words, it can be written as ax is equal to lambda x. Now, if you consider a square x, that can be written as a into a of x. A of x നെ എനിക്ക് ലാംഡ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ലാംഡ ഒരു സ്കെയിലാർ ആണ്, അപ്പൊ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പുറത്തെടുത്താൽ അത് ലാംഡ ഇൻറ്റു എ എക്സ് ആവും. പക്ഷേ എ എക്സ് അഗൈൻ ഇറ്റ് ഈസ് ലാംഡ എക്സ്, സോ ദെർഫോർ യു വിൽ ഗെറ്റ് ലാംഡ സ്ക്വയർ എക്സ്. അപ്പോൾ എ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ലാംഡ സ്ക്വയർ എക്സ് ആണ്, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് എ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഐ ഈസ് സിംഗുലർ. By definition, this means lambda square is an eigenvalue of a square. ഇത് ഇൻഡക്ഷന്റെ ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കെ മൈനസ് 1 എന്ന് എഴുതിയിട്ട് കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷെ ഇവിടെ അതിന്റെ ഒരു ആവശ്യമില്ല, എക്സാക്ട്ലി സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇപ്പൊ കെ എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഇവിടെ കെ മൈനസ് 1 എന്ന് എഴുതും, എന്നിട്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ എഴുതണമെന്നാണ് താല്പര്യം, ഇൻഡക്ഷന്റെ ഒരു ഫുൾ പ്രൂഫ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ലൈക്ക് by induction it follows that lambda raised to k is an eigenvalue of a raised to k with eigenvector x. So if you want, you can argue for k minus 1 and prove it for k. അവിടെ ഇവിടെ k ആക്കുക, അപ്പോൾ ഇവിടെ k minus 1 ആവും. അപ്പോൾ ഇവിടെ lambda raised to k minus 1 ആവും, ഇവിടെ lambda raised to k minus 1 ആവും. അപ്പോൾ ഇത് k into k ആവും. അപ്പോൾ lambda. So that is k minus 1 എടുത്തിട്ട് k ക്ക് പ്രൂവ് ചെയ്യുന്ന അതാണ്. It's a good exercise to do like that. I am not doing like that. രണ്ടാമത്തത് എ ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എ നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ അതിന്റെ വേറൊരു മീനിങ് എന്താ, എ എക്സ് ഈക്വൽ ടു 0 ആസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഡ ഒരിക്കലും 0 ആകൂല. ലാംഡ 0 ആയാൽ എന്താ പറ്റുക, ലാംഡ 0 ആകുക എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂ, എയുടെ ഐഗൻ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് 0 ഐ സിംഗുലർ ആകണം. ദാറ്റ് മീൻസ് എ സിംഗുലർ ആയാലേ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ എ നോൺ സിംഗുലർ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഡ 0 ആകാൻ പറ്റില്ല. എന്തുകൊണ്ട് ലാംഡ നോൺ 0 എന്ന് ഞാൻ പറയുന്നത്, കാരണം നമ്മൾ 1/λ എന്ന് പറയുന്ന ഒരു കാര്യം പറയണമെങ്കിൽ ആദ്യം നമ്മൾ ലാംഡ നോൺ 0 ആണെന്ന് പറയണം. അപ്പൊ ഇവിടെ ഞാൻ എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓൾജിബ്രൈക്ക് ആർഗ്യുമെന്റ് എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനെ എനിക്ക് എ ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പൊ എ എക്സ് ലാംഡ എക്സ് ആയി. ലാംഡ ഞാൻ ഇതിന് പുറത്തെടുത്തു, അപ്പൊ അത് എ ഇൻവേഴ്സ് എക്സ് എന്നായി. ഈ 1/λ ഈ ലാംഡ ഇനി ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, 1/λ ഇൻറ്റു എക്സ് ആവും. സോ വി ഗോട്ട് ദ റിക്വയർഡ് റിലേഷൻ എ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1/λ എക്സ്. ഇതിന്റെ മീനിങ് എന്താ, ബൈ ഡെഫിനിഷൻ 1/λ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് വിത്ത് ആൻ ഐഗൻ വെക്ടർ എക്സ്. മൂന്നാമത്തെ പാർട്ടിന്റെയും പ്രൂഫ് വ്യത്യസ്തമൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഐ വിൽ ജസ്റ്റ് സ്കിപ്പ് or I can just say. So what is നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ അതിനക ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഐ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ എക്സ് പുറത്തെടുക്കുമ്പോൾ ലാംഡ പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. സോ therefore ലാംഡ പ്ലസ് ആൽഫ ഈസ് ആൻ ഐഗൻ വാല്യൂ of a plus alpha or any scalar alpha with the same eigenvector. ഐഗൻ എക്സ് എന്ന് പറയുന്നതിനാണ് ഐഗൻ വെക്ടർ. ഓക്കെ, അപ്പൊ അത് ഒന്ന് രണ്ട് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ തന്നിരിക്കുന്നത്. ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഡിറ്റർമിൻ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ റൈസ് ടു 5, എ ഇൻവേഴ്സ് ആൻഡ് എ പ്ലസ് 2i. യു നോ വാട്ട് ടു ഡു, റൈറ്റ്? എയുടെ ഐഗൻ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് എ റൈസ് ടു 5ന്റെ കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എയുടെ ഐഗൻ വാല്യൂസ് 208 മുമ്പത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു 2, 1 ആൻഡ് -1. അപ്പൊ എ റൈസ് ടു 5ന്റെ ഐഗൻ വാല്യൂ എന്തായിരിക്കും, 2 റൈസ് ടു 5, 1 റൈസ് ടു 5 ആൻഡ് -1 റൈസ് ടു 5.
അപ്പൊ എനിക്ക് എ റേസ് ടു 5ന്റെ 3 ഐഗൺ വാല്യൂസ് കിട്ടി. ഇനി ഇത് 3 ഉള്ളൂ എ റേസ് ടു 5ന്? അത് 3 ഉള്ളൂ. കാരണം എ റേസ് ടു 5 എന്ന് പറയുന്നതും ഒരു 3x3 മെട്രിക്സ് ആണ്. ഒരു n/n മെട്രിക്സ് എടുത്ത് അതിന്റെ എത്ര പവർ എടുത്താലും അതൊരു n/n മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ 3 ഐഗൺ വാല്യൂസ് അല്ലേ അതിന് വരുള്ളൂ, 3 കൂടുതൽ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2^5, 32, 1 and -1 are the eigen values of a raised to 5. ചില കേസിൽ ഇത് കുറച്ചുകൂടെ പണി വരും. അത് നിങ്ങൾ എക്സസൈസിൽ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് കിട്ടിയത് കൊണ്ട് എളുപ്പം നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. സിമിലർലി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എയുടെ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇപ്പോൾ 1/2, 1 and -1 ആർ ദ eigen values ഓഫ് എ ഇൻവേഴ്സ്. ഇനി a + 2 ചെയ്തത് ലാംഡ പ്ലസ് ആൽഫ ആണല്ലേ. അതായത് ഇവിടെ ലാംഡ പ്ലസ് ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ലാംഡ പ്ലസ് 2. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ലാംഡ? 2, -1 and 1. Therefore a + 2iയുടെ eigen values എന്ന് പറയുന്നത് 4, 1, 3 എന്നും കിട്ടും. അങ്ങനെ ആ പ്രോബ്ലം നമുക്ക് തൊട്ടു മുമ്പ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ച് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ഷോ ദാറ്റ് എ ആൻഡ് എ ട്രാൻസ്പോസ് ഹാവ് ദ സെയിം eigen values, which is also a direct calculation. നമുക്ക് എ ട്രാൻസ്പോസിന്റെ eigen value കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ട ടൈം അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ a - λ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ട്രാൻസ്പോസ് എനിക്ക് അകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ. അതായത് a + b ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് a ട്രാൻസ്പോസ് + b ട്രാൻസ്പോസ് ആണ്. ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? a ട്രാൻസ്പോസ് - λi ട്രാൻസ്പോസ് എന്നാവും. ദാറ്റ് ഈസ് a ട്രാൻസ്പോസ് - λi ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ലാംഡ ഒരു സ്കെയിലർ ആണ്. ട്രാൻസ്പോസ് ചെയ്യുന്ന എല്ലാം അത് പുറത്തെടുക്കാം. അത് ലാംഡ പുറത്ത് വരും. ഇൻറ്റു i ട്രാൻസ്പോസ് എന്ന് പറയുന്നത് i തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെയാണ് eigen വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ ട്രാൻസ്പോസ് - λi സിംഗുലർ ആകണമെങ്കിൽ എന്ത് സിംഗുലർ ആകണം? a - λi സിംഗുലർ ആകണം അല്ലേ. ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് അതല്ലേ കിട്ടുന്നത്. ഇത് സിംഗുലർ ആകുക എന്ന് പറഞ്ഞാൽ ഇത് സിംഗുലർ ആകുക. ഹെൻസ് ദീസ് ടു ഹാവ് ദ സെയിം eigen വാല്യൂസ്. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് അത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് സം മോർ ഡീറ്റെയിൽസ് ഇൻ ഫാക്ട്. സോ അതായത് ഇവിടെ ഞാൻ ഉപയോഗിച്ചത് എ ഈസ് സിംഗുലർ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ബി ഈസ് സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ബി ട്രാൻസ്പോസ് ഈസ് സിംഗുലർ. അതും കൂടെ ഞാൻ ഉപയോഗിച്ചു. ഈ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? bx ഈസ് ഈക്വൽ ടു തീറ്റയ്ക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ഇതിന്റെ രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എക്സ് ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ആർഗ്യൂ ചെയ്താലും മതി. സിംഗുലർ അത് ഇപ്പം സിസ്റ്റം വെച്ചിട്ട് ആർഗ്യൂ ചെയ്യാൻ കുറച്ച് ആർഗ്യുമെന്റ് ബുദ്ധിമുട്ടാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ബി സെയിം ആസ് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ബി ട്രാൻസ്പോസ് അല്ലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ ഒരു കാൽക്കുലേഷനിൽ നിന്ന് ഇത് സിംഗുലർ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് സിംഗുലർ ആവും. അതായത് ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആവും. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ a - λiയുടെ ഡിറ്റർമിനന്റ് 0 ആവും. അപ്പോൾ a ട്രാൻസ്പോസ് - λi സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി if a - λi is singular. Hence a and a transpose have the same eigen values. Okay, so that is the proof of the result. Now another result is a very useful result. What are the eigen values of triangular matrices? ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം അല്ലേ. ഒന്ന് ഇപ്പം ഈ ഡയഗണൽ കഴിഞ്ഞ് ഇവിടെ മുഴുവൻ 0 ആകാം. ഇതിനെ എനിക്ക് എപ്പോഴും കൺഫ്യൂസ്, ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ ലോവർ ആണോ പറയാ, ഏതായാലും ട്രയാങ്കുലർ എന്ന് പറയുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കുലർ എന്ന് പറയുന്നത് ഈ ഡയഗണലിന്റെ മുകളിൽ 0 ആയിരിക്കും. ഡയഗണൽ 0 ആകണമെന്നില്ല, അതിന്റെ മുകളിൽ 0 ആയിരിക്കും. ഒന്ന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും മറ്റത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ട്രയാങ്കുലർ എന്ന് പറയുന്ന പേര് മതി. ഡസൻ മാറ്റർ വെദർ ഇറ്റ് ഈസ് അപ്പർ ഓർ ലോവർ. സോ ദ റിസൾട്ട് സേസ് ദാറ്റ്
if t equal to tij എന്ന് പറയുന്നത് അതിനകത്തുള്ള എൻട്രീസ് is an n by n triangular matrix, show that the eigenvalues of t are the diagonal entries. ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഒരുപാട് പണിപ്പടിയൊന്നും വേണ്ട. ആ ഡയഗണലിൽ വരുന്ന എൻട്രീസ് എന്തൊക്കെയാണോ T11, T22 എക്സെട്ര Tn, ഇതായിരിക്കും അവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. പ്രൂഫ് ഈസ് എ ട്രിവിയൽ ആർഗ്യുമെന്റ്. നമ്മൾ ഓർക്കുക, ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ് അല്ലെ. അതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ടൈമിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് 0. ചില സമയത്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉപയോഗിക്കുകയാണ് എളുപ്പം. അപ്പൊ ഇവിടെ ടി ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ടി മൈനസ് ലാംഡ ഐയും ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും അല്ലേ. കാരണം ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? അപ്പൊ ലാംഡ 0 0 0 ലാംഡ 0 3യുടെ കേസിൽ. അപ്പൊ ഇത് ഒരു ട്രയാങ്കുലർ മെട്രിക്സിൽ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആകെ വ്യത്യാസം വരുന്ന ഡയഗണലിലെ വ്യത്യാസം വരുള്ളൂ. ഈ ഭാഗവും വ്യത്യാസം വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ടി മൈനസ് ലാംഡ ഐയും ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അപ്പോ ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ് ആണ്. ഇവിടെ ഞാൻ ലാംഡയ്ക്ക് പകരം ടി പറയാം. ഞാനത് പോളിനോമിയൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വെച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി മൈനസ് ടി ഐ ആണ് അല്ലെ. അപ്പം അതിന്റെ ഡയഗണൽ എൻട്രീസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ടിയുടെ ഡയഗണൽ എൻട്രീസ് T11, T22, T33 ആണെങ്കിൽ അത് ടി മൈനസ് ടി ഐ ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു മൈനസ് ടി വരും. അപ്പൊ ഇതാണ് അവിടുത്തെ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ ക്ലിയർലി ഈ പോളിനോമിയൽ 0 ആകുന്ന ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്താൽ അതിന്റെ റൂട്ട്സ് ഏതാ? T11, T22, Tn ആയിരിക്കും അതിന്റെ റൂട്ട്സ്. അതാണല്ലോ എന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് പ്രൂവ്സ് ദ റിസൾട്ട്. ഇപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സിന് വളരെ എളുപ്പം നമുക്ക് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതിന്റെ ഒരു എളുപ്പമുള്ള കോൺസിക്വൻസ് ആയിട്ട് ഇത് ഓൾറെഡി നമ്മൾ കോൺസിക്വൻസ് അല്ല, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു n by n മെട്രിക്സ് സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു 0 ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് എ. നമ്മൾ മുകളിൽ ഞാൻ ഒരു പ്രോബ്ലത്തിൽ നോൺ സിംഗുലർ ആകുമ്പോൾ ലാംഡ 0 ആകില്ല എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണിത്. എ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മൈനസ് 0 ഐ ഈസ് സിംഗുലർ. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. സോ ഇത് സിംഗുലർ ആകുക എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 0 ഈസ് ആൻ ഐഗൺ വാല്യൂ. ദാറ്റ് ഈസ് ക്ലിയർ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now coming to an example, 4x4 example. First we are encountering a 4x4 example. The question is to find the characteristic polynomial and the eigenvalues for the matrix A given by this. സടസടേ എന്ന് ചെയ്തോളൂ. ഇതെല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. 4x4 ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആലോചിക്കുക, ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നോക്ക്, ഈ ഡയഗണലിന് താഴെയുള്ള എൻട്രീസ് എല്ലാം 0 ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡയഗണൽ എൻട്രീസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? T11, ഇവിടെ T11 1 ആണ്, മൈനസ് ടി, ഇവിടെ ഒരു മൈനസ് ടി, ഇവിടെ ഒരു മൈനസ് ടി, ഇവിടെ ഒരു മൈനസ് ടി അല്ലെ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ഇതാണ്. ആ തൊട്ട് മുമ്പത്തെ റിസൾട്ട് എടുത്ത് നോക്കുക. അപ്പൊ അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോളിനോമിയലാണ്. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 3 മൈനസ് ടി 2 തവണയുണ്ട്. അപ്പൊ അത് 3 മൈനസ് ടി സ്ക്വയർ ആവും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ആക്ച്വലി ഇവിടെ നോക്കിയത് ഒരു 4x4 മെട്രിക്സ് ആണ് അല്ലെ. ഇതൊരു 4x4 മെട്രിക്സ് ആണ്. അപ്പോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി എന്ന് പറയുന്നത് 4 ആയിരിക്കും. പക്ഷെ എന്ന് കരുതി 4 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സുകൾ ഉണ്ടാകണമെന്നില്ല. അതായത് 4 ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആകണമെന്നില്ല. ഇവിടെ 3 ഉള്ളൂ. ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു 3. അപ്പോ ഇവിടെ 3 എന്ന് പറയുന്ന ഒരു റൂട്ട് പി ഓഫ് ടിയുടെ റൂട്ട്സ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോ 3 എന്ന് പറയുന്ന റൂട്ട് ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ഇത് പറയുക. മൾട്ടിപ്ലിസിറ്റി 2 എന്നാ പറയുക. കറക്റ്റ് പറഞ്ഞാൽ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 എന്നാ പറയുക. അപ്പൊ ലാംഡ ഈക്വൽ ടു 3 അങ്ങനെ വരുമ്പോഴാണ് ആക്ച്വലി ഒരു nth ഡിഗ്രി പോളിനോമിയലിന് n സീറോസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. നമ്മളിങ്ങനെയാണ് മൾട്ടിപ്ലിസിറ്റിയും കൂടെ കൂട്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4th ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ. ഇതൊരു 4th ഡിഗ്രി 4 പോളിനോമിയലാണ്. പക്ഷെ ഇനി 4 റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ 4 റൂട്ട്? 1, 2, 3, പിന്നെ ഒരു 3.
ആ മൾട്ടിപ്ലിസിറ്റി 2. അപ്പൊ ആ ഒരു മൾട്ടിപ്ലിസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ഏഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 3 ഹാസ് ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2. ഇഫ് യു വാണ്ട് ടു ഹാവ് എ ഡെഫിനിഷൻ, what is the algebraic multiplicity? Number of times the eigenvalue repeated as a root of characteristic polynomial. അതിന് വിളിക്കുന്ന പേരാണ് algebraic multiplicity. അപ്പൊ രണ്ട് മൾട്ടിപ്ലിസിറ്റീസ് നമ്മൾ കണ്ടു. ഒന്ന് geometric multiplicity, which is the dimension of geometric multiplicity of an eigenvalue lambda is the dimension of the eigenspace E lambda, and algebraic multiplicity of an eigenvalue lambda is the number of times the eigenvalue repeated as a root of characteristic polynomial. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് തുടർന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് എന്താണ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റീസ് ഫോർ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു മൈനസ് എന്ത് ചെയ്യാതെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 - t ക്യൂബ് എന്ന് കിട്ടും. 1 - t ക്യൂബും t-1 ക്യൂബും ഒക്കെ ഒരേ സാധനം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത്രയും പർട്ടിക്കുലർ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മീൻസ് അല്ല ഒന്നെന്ന് ഓക്കെ, ഫോർ യൂണിഫോമിറ്റി വിൽ ലൈക്ക് ദിസ് ഇസ് 1 - t ക്യൂബ്. അപ്പൊ അതാണ് എന്റെ അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ അവിടുത്തെ ഏഗൻ വാല്യൂ എന്താ? ഏഗൻ വാല്യൂ ലാംഡ 1 മാത്രമേ ഉള്ളൂ, പക്ഷെ 3 സീറോസ് ഉണ്ട്. 1 1 1. അപ്പൊ അവിടെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എത്രയാ? 3 ആണ്. ഇനി അവിടെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏഗൻ സ്പേസും കണ്ടുപിടിക്കണം, എന്നാലല്ലേ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കിട്ടുള്ളൂ. അപ്പൊ ഏഗൻ സ്പേസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? a-i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് സിസ്റ്റം സോൾവ് ചെയ്യണം. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്ത് എഴുതി. ഇവിടെ ഇപ്പോ എന്ത് ചെയ്യണ്ട, റോ റിഡക്ഷൻ ഒന്നും ചെയ്യണ്ട, ഓൾറെഡി അത് റെഡ്യൂസ് ചെയ്ത് തന്നെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി അത് ലോവർ ട്രയാങ്കിളോ അല്ലെങ്കിൽ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സൊല്യൂഷൻ വളരെ ഈസിയാണ്. താഴെ നിന്ന് മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ അവസാനത്തെ എൻട്രി എന്ത് പറ്റും? അല്ല, x2 0 ആവും, x3 0 ആവും, x1 ആർബിട്രറി ആവും അല്ലേ? യെസ്. ഇവിടെ ഇപ്പൊ റോ റിഡക്ഷനിലല്ല എഴുതിയിരിക്കുന്നത്. റോ റിഡക്ഷനിലാണ് എഴുതിയിരിക്കണമെങ്കിൽ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് എഴുതുമ്പോഴാണ് സൊല്യൂഷൻ കിട്ടുന്നത് അല്ലേ? കഴിഞ്ഞ സെമിസ്റ്റർ പഠിച്ചതോടെ ഇവിടെ ഇപ്പൊ റോ റിഡക്ഷൻ ഫോമിലല്ല, റോ എക്ലോൺ ഫോമിലല്ല. എന്നാലും ഇത് എന്താണ്, നേരിട്ട് തന്നെ ഇത് ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ ഇക്വേഷൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? x2 0 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x3 0 എന്ന് കിട്ടും. x1 കണ്ടീഷൻ ഒന്നും ഇല്ല. അപ്പൊ എന്റെ ഏഗൻ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. x1 ആർബിട്രറി, പിന്നെ 0 0. ഇവിടെ x1 ഈസ് എ സ്കെയിലർ. അപ്പോ x1 ഈസ് എ സ്കെയിലർ ഇൻ R അല്ലേ? അപ്പൊ അവിടെ സ്പാൻ ഓഫ് 1 0 0 x1 ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് 1 0 0 കിട്ടും. അപ്പൊ അവിടുത്തെ ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ ഐഗൻ സ്പേസ് E1 വിച്ച് ഈസ് 1. ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി 1. അപ്പൊ അതാണ് ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇതുപോലെ ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ അവസാനിക്കുക. രണ്ടാമത്തെ പ്രോബ്ലം അവിടെ തന്നിരിക്കുന്ന മെട്രിക്സ്, അവിടെയും എന്ത് കണ്ടുപിടിക്കേണ്ടത് ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി തന്നെയാണ്. 1 1 0 0 1 0 0 0 1. As in the previous example, it is a triangular matrix. Therefore, the characteristic polynomial is given by this, right? അപ്പൊ ലാംഡ ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. അതിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 അല്ല, അത് 3 ആണ്. അപ്പോ എനിക്ക് ഏഗൻ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? b-i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എടുത്തു. അപ്പൊ ഇതിങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അത് ട്രിവിയലി സോൾവ് ചെയ്യാൻ പറ്റും. x2 0 ആണ്, x1 x3 ആർബിട്രറി ആണ്. അപ്പൊ എന്റെ ജനറൽ ഒരു x എന്ന് പറയുന്നത് the solution x is x equal to x1 ഇവിടെ x1 x3 ആർബിട്രറി, x2 എപ്പോഴും 0 ആണ് അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ x2 0.
ഇതിനെ എനിക്ക് നമ്മൾ പണ്ട് എഴുതിയ പോലെ എന്തെഴുതാം, x1 into 100 പ്ലസ് x3 into 001 എന്ന് എഴുതാം അല്ലെ? ഫസ്റ്റ് മോഡ്യൂളിൽ ആലോചിക്കുക നമ്മൾ ചെയ്തത്. അപ്പൊ ദിസ് ഈസ് എക്സാക്ട്ലി സ്പാൻ ഓഫ് 100 ആൻഡ് 001. ഈ സ്പാനിൽ വരുന്ന ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ സബ്സ്പേസിന്റെ ഡയമെൻഷൻ 2 ആയിരിക്കും. വിച്ച് ഈസ് സോ. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് നോർമൽ വെക്ടേഴ്സ് ആണ്, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ E1ന്റെ ഡയമെൻഷൻ 2 ആണ്. സോ ദെയർഫോർ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ ആ പ്രോബ്ലവും കഴിഞ്ഞു. അടുത്തതും ഒരു സെയിം സിമിലർ പ്രോബ്ലം തന്നെയാണ്, ഞാൻ എളുപ്പം സ്കിപ്പ് ചെയ്യാം. അവിടെ തന്നിരിക്കുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്, I3 തന്നെയാണ് തന്നിരിക്കുന്നത്. അവിടെയും P ഓഫ് T ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 1ന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 3 ആണ്. ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കാൻ C മൈനസ് I ചെയ്യുമ്പോൾ കിട്ടുന്നതേ മൊത്തം 0 ആയി പോകും. കാരണം ഇതും 0 ഇതും 0 ഇതും 0 ആയി പോകും. അപ്പൊ ഇവിടെ കണ്ടീഷൻ ഒന്നും ഇല്ല, x1 x2 x3യും 0 തന്നെയാണ്, അല്ല മീൻസ് ആർബിട്രറി ആണ്. അതുകൊണ്ട് എന്റെ ഐഗൺ സ്പേസ് എന്ന് പറയുന്നത് എല്ലാ വെക്ടറും വരും, അതായത് R³ മൊത്തം വരും. അപ്പോൾ എന്റെ ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രയാ? 3 ആണ്. ഇതാണ് ആ 3 എക്സാമ്പിൾസ്. ഈ ഒരു 3 കേസസ് ആണ്. അവിടെ ഒരു ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി 1 വന്ന എക്സാമ്പിൾ, അടുത്തതിൽ 2 വന്നു, പിന്നെ മൊത്തം 3 വന്നു. അപ്പൊ R3 എടുത്തത് കൊണ്ടാണ് അത് 3 എന്ന് പറയുന്ന മൊത്തം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 3 എക്സാമ്പിളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരു ഡെഫിനിഷൻ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രിയാണ്. ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡയമെൻഷൻ ആണ്. അപ്പൊ അതെന്തായാലും എന്നിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കുമല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയെക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. ഇനി അത് ചെറുതാണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേര് ഡിഫക്റ്റീവ് മെട്രിക്സ് എന്നാണ്. എന്താണ് ഡിഫെക്ഷൻ എന്നൊക്കെ ഉള്ളത് പിന്നീട് നോക്കാം. ഡിഫക്റ്റീവ് മെട്രിക്സ് ആണ്. അപ്പൊ ഈ നമ്മൾ ഈ കണ്ട എക്സാമ്പിളിൽ ഇവിടെ ഡിഫക്റ്റീവ് അല്ല. സോ ദിസ് ഈസ് ഡിഫക്റ്റീവ് മെട്രിക്സ് ബിക്കോസ് ഇതിന്റെ ഇവിടെ എന്താണ്, ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി 2 ആണ്, പക്ഷേ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എത്രയാ? ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 3 ആണ്. അതുപോലെ ഫസ്റ്റ് എക്സാമ്പിളും എന്താണ്, ഡിഫക്റ്റീവ് ആണ്. അവിടെയും ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 3 ആണ്, ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഇതാണ് ഡിഫക്റ്റീവ് മെട്രിക്സ്. അത് വലുതായിട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു ടെർമിനോളജി നമുക്ക് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഫോർ ദ സേക്ക് വി ആർ ഡിഫൈനിങ് ദാറ്റ് കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ഡിഫക്റ്റീവ് മെട്രിക്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തൊരു 4x4ന്റെ അടുത്തൊരു എക്സാമ്പിളും കൂടെ വന്നത്. ഹിയർ യു ഹാവ് ടു ഡു സം കാൽക്കുലേഷൻ. ഐ എം നോട്ട് ഗോയിങ് ടു ഡു ഓൾ ദ കാൽക്കുലേഷൻസ് ബിക്കോസ് ദ മെത്തേഡ്സ് ആർ സെയിം. ഇവിടെ എല്ലാ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കണം ഈ മെട്രിക്സിന്റെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റീസ് കണ്ടുപിടിക്കണം. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി, വളരെ ശ്രദ്ധിച്ച് ആ ഒരു കാൽക്കുലേഷൻ അവിടെ എഴുതുക. അപ്പോൾ A-Ti ആ മെട്രിക്സിന്റെ A-Ti എഴുതിയ ശേഷം നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തു. 4x4ന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? മറ്റതുപോലെ തന്നെ ഈ എൻട്രി എടുക്കണം. എന്നിട്ട് ആ കോളവും റോയും കളഞ്ഞിട്ട് അതിന്റെ മൈനർ 3x3 മൈനർ എഴുതി, അടുത്ത് -1 ഇൻറ്റു ഈ കോളവും ഈ റോയും കളയുക, മൈനർ എഴുതി. സിമിലർലി ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും എഴുതി ആ ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ 3x3 സോൾവ് ചെയ്യണം. ഇത്തിരി പണിയുണ്ട്, എനിക്ക് പണിയെടുക്കാൻ മടിയായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് ബുക്കിൽ അത് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. T-1 ക്യൂബ് ഇൻറ്റു T-2 എന്നുള്ളതാണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോ ഇനി എന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ സീറോസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ P ഓഫ് ലാംഡ ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എനിക്ക് എന്ത് വരും? T-1 ക്യൂബ് ഇൻറ്റു T-2 ഈക്വൽ ടു 0. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. എന്ത് ചെയ്യണം? ലാംഡ ഈക്വൽ ടു ലാംഡ എന്ന് എഴുതിയാലും ലാംഡ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു 2. അപ്പൊ അവിടെ ലാംഡ ഈക്വൽ ടു 1ന്റെ മൾട്ടിപ്ലിസിറ്റി 3 ആണ്. 1 3 തവണ റൂട്ടുകളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. 1 1 1. 2 എന്ന് പറയുന്ന മൾട്ടിപ്ലിസിറ്റി ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അവിടെ കൊണ്ട് തീർന്നില്ല, നമുക്ക് എന്തും കണ്ടുപിടിക്കണം? ഐഗൺ സ്പേസ് കണ്ടുപിടിക്കണം. അപ്പൊ V1 എന്ന് പറയുന്ന ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? A-Tiയിൽ ഇവിടെ ടിയുടെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ കറസ്പോണ്ടിങ് മെട്രിക്സ് കിട്ടുന്നത്, ഈ മെട്രിക്സ് കിട്ടുന്നത്.
അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്ത പോലെ എന്ത് ചെയ്യണം, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയിട്ട് അതിനെ റോ റിഡക്ഷൻ, ക്ഷമയോടെ റോ റിഡക്ഷൻ ചെയ്ത് ഇതിലേക്ക് എത്തിക്കുക. ഇനി എന്ത് ചെയ്യുക, താഴേന്ന് മുകളിലോട്ട്, താഴത്തെ ഇത് മൊത്തം 0 ആയതുകൊണ്ട് എന്റെ എക്സ്4 എന്തായിരിക്കും, ആർബിട്രറി ആയിരിക്കും. ഇത് മൊത്തം 0 ആയതുകൊണ്ട് x3ക്കും കണ്ടീഷൻ ഒന്നുമില്ല. അടുത്ത ഇത് എന്താ, ഈ ഇക്വേഷൻ എന്താ, 0x1 പ്ലസ് 3x2 ഇതേ ഇൻറ്റു x1 x2 x3 x4 ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, 3x2 മൈനസ് 2x3 മൈനസ് 2x4 ഈക്വൽ ടു 0 കിട്ടും. ഇതിൽ നിന്ന് എനിക്ക് x2 എന്ന് പറയുന്ന ഇത് കിട്ടും. അതുപോലെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് -5x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 കിട്ടും. അതിൽ നിന്ന് എനിക്ക് x1 കിട്ടും. ഓക്കെ, അപ്പൊ എന്റെ ജനറൽ ഒരു x എന്ന് പറയുന്നത് എന്തായിരിക്കും, x1ന്റെ എക്സ്പ്രഷൻ കൊടുത്തു, x2ന്റെ എക്സ്പ്രഷൻ കൊടുത്തു, x3യും x4ഉം ആർബിട്രറി ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്ത പോലെ ഇതിനെ എങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്പാൻ ആയിട്ട് എഴുതുക. ഇതിന്റെ x3ന്റെ കോഫിഷ്യന്റ് 1/3, ഇവിടെ x3യുടെ കോഫിഷ്യന്റ് 2/3, ഇവിടെ x3യുടെ കോഫിഷ്യന്റ് 1, ഇവിടെ x3 ഇല്ല, 0x3 എന്ന് വിചാരിക്കാമല്ലോ, അത് 0. സിമിലർലി ഞാൻ അടുത്ത് x4ന്റെ എഴുതി. അപ്പൊ ദീസ് ടു ആർ ഈക്വൽ. അപ്പോ x3 x4ഉം സ്കെയിലർ ആണ്, ഇത് രണ്ട് വെക്ടർ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന എക്സാക്ട്ലി എന്താണ്, സ്പാൻ ഓഫ് ഈ രണ്ട് വെക്ടർ ആണ് അല്ലെ. പക്ഷെ അവിടെ നമുക്ക് എന്തിനാണെന്ന് അറിയില്ല, നിർബന്ധമൊന്നുമില്ല, അതൊരു ഇന്റിജറുകളായിട്ട് എഴുതാൻ വേണ്ടി, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഞാൻ അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1/3 പുറത്തെടുത്തു, ഇവിടെയും ഞാൻ 1/3 പുറത്തെടുത്തു. അപ്പൊ എനിക്ക് ഈ പറയുന്ന വെക്ടറുകൾ കിട്ടും. അപ്പോ E1 എന്ന് പറയുന്ന സ്പാൻ ഓഫ് 1 2 3 0, 1 2 0. ഇത് നിങ്ങൾ സ്പാൻ ഓഫ് ഇത് രണ്ടും എഴുതിയാലും ഒരു തെറ്റുമില്ല, ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല. സ്പാൻ ഓഫ് ഈ രണ്ട് മറ്റത് എഴുതിയാലും മതി. അപ്പൊ അവിടെ ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും, ഡയമെൻഷൻ ഓഫ് E1. അപ്പൊ അങ്ങനെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോമെട്രിക്കൽ മൾട്ടിപ്ലിസിറ്റി, ഇതും ഡിഫക്റ്റീവ് ആണ് അല്ലേ, നമ്മൾ ഒരു ഡെഫിനിഷൻ പറയണമെങ്കിൽ. ഇതേ കാര്യം തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ലാംഡ ഈക്വൽ ടു 2നും ചെയ്യണം. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. അവിടെയും ഇതുപോലെ ഈ സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടി ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും x4 ആർബിട്രറി ആണ്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് E2 ആസ് എ സ്പാൻ ഓഫ് 3 8 5 5 എന്ന് കിട്ടും. കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ബട്ട് ബൈ ഹാൻഡ് ഇരുന്ന് എഴുതി ചെയ്യുക, തെറ്റിക്കാതെ ചെയ്യണം. ഇത് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പൊ അവിടെ 2ന്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 1 എന്നും കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആകുന്നത്. അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്, ഞങ്ങൾക്ക് ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി ലോങ് വീഡിയോ ആക്കണ്ട, നിങ്ങൾ ഓരോ വീഡിയോയും ആ വീഡിയോയിലുള്ള കണ്ടന്റും നോട്ട് എഴുതി മനസ്സിലാക്കിയിട്ട് കഴിയുമെങ്കിൽ ആ പുസ്തകം എടുത്ത്, ആ പുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് എക്സസൈസിലെ 1 2 പ്രോബ്ലം കൂടെ ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ പറ്റിയാൽ വളരെ നല്ലത്. ഓക്കെ, താങ്ക് യു.